ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇന്നും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇ.പി. ജയരാജൻ. ഗൂഢാലോചനയാണ് എന്നത് ആവർത്തിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ ഉള്ളടക്കം ചോർന്നിട്ടുണ്ടോ എന്ന് എഴുതാൻ കൊടുത്തയാളോട് പരിശോധിക്കും എന്നുവരെ എത്തുന്നു ഇ.പി. ജയരാജന്റെ വാദം. ഇന്നലത്തേതിൽ നിന്ന് മാറ്റമുണ്ട് ഇന്ന് അദ്ദേഹം സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ. ഇ.പി. പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തന്റെ ആത്മകഥ താൻ അറിയാതെ പ്രകാശനം ചെയ്യുന്നു എന്ന വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ഇ.പി. ഇന്നലെ സംസാരിച്ചത്. പക്ഷെ ഇന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ചോർന്നു പോയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് പറയുന്നു. മാത്രവുമല്ല, അതിൽ ചില ഉള്ളടക്കങ്ങൾ തന്റേതാണ് എന്ന തരത്തിൽ കൂടി അദ്ദേഹം അഭിപ്രായവും നിലപാടും മാറ്റുന്നുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ഉള്ളടക്കം അദ്ദേഹത്തിന്റെ ആണെന്ന് അദ്ദേഹം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ആ പത്രസമ്മേളനം മുഴുവൻ കേട്ടതാണ്. ഇ.പി. പറയുന്ന അവിശ്വസിക്കേണ്ട കാര്യമില്ല. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇ.പി. ജയരാജൻ പറയുന്ന അദ്ദേഹം എഴുതി പൂർത്തീകരിക്കാത്ത ഒരു ജീവചരിത്രമാണ് DC ബുക്സ് ഇന്നലെ പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നത്. DC ബുക്സിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങളൊന്നും നിഷേധിച്ചുകൊണ്ട് അവർ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട DC രവി ഇന്ന് ഷാർജയിൽ നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതെന്താ, ഞങ്ങള് പൊതുപ്രവർത്തകരെ ബഹുമാനിക്കുന്നു, ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഇട്ടതിനപ്പുറം ഒരു വിശദീകരണം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്നും മറുപടി പറയാതെ കൊണ്ട് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒരു DC ബുക്സിനെ പോലെ ഒരു റെപ്യൂട്ടർ ആയിട്ടുള്ള പാരമ്പര്യമുള്ള നിരവധി അനേകം എഴുത്തുകാരുണ്ട്. അത് ഏറ്റവും റെപ്യൂട്ടർ ആയിട്ടുള്ള എഴുത്തുകാർക്ക് നല്ലൊരു സ്പേസ് കൊടുത്ത ഒരു പ്രസിദ്ധീകരണശാല എവിടുന്നെങ്കിലും ചോർന്ന് കിട്ടിയത് പ്രസിദ്ധീകരിക്കാൻ മാത്രം തരം താഴ്ന്ന ഒരു സ്ഥാപനമാണ്. അത് തെറ്റല്ലേ? അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കട്ടെ? അവരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ഉണ്ടായിരിക്കുന്ന ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ അവരെ വിശദീകരിക്കണം. ഇ.പി. ജയരാജന്റെ അനുമതിയിലൂടെയാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്, അദ്ദേഹത്തുമായിട്ടൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. ശ്രീ റെജി ലൂക്കോസ്, അവർ ഇന്നലെ പറഞ്ഞത് നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്നതാണ്. അതിനു മുൻപ് വന്ന പോസ്റ്റും നമുക്കറിയാം. ചില അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി ഇ.പി. ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം ഉടൻ വരുന്നു. ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നു, ഞങ്ങൾ ഇതിന്റെ ഫെസിലിറ്റേറ്റർ മാത്രമാണ് എന്ന് കൂടി പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ പറയുന്നില്ല, അത് രാഷ്ട്രീയ പ്രവർത്തകരെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് എന്ന്. ഇത്രയ്ക്കും വലിയൊരു ഡാമേജ് ഉണ്ടായ ഒരു പ്രസിദ്ധീകരണത്തിന് എന്തുകൊണ്ട് അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് അവർക്ക് തെളിവ് സഹിതം പുറത്തുവിട്ടുകൂടാ? സ്വാഭാവികമല്ലേ? കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ DC ബുക്സിന്റെ നിലപാടിനെ? അത് വളരെ വ്യക്തമല്ല. രണ്ടാമത്തെ കാര്യം വെച്ചാല് പ്രിന്റിംഗ് പ്രശ്നത്തിന്റെ പേരിൽ അത് മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനത്തോടെ തെറ്റല്ല. അവരുടെ കേരളത്തിൽ ഉടനീളമുള്ള ശാഖകളിൽ ഇന്നലെ പത്രയ്ക്ക് ആ പുസ്തകം ലഭ്യമാവുന്ന അനൗൺസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രിന്റിങ്ങിന്റെ മിസ്റ്റേക്ക് വരുന്നത്? അത് പ്രിന്റിംഗ് എത്ര ദിവസങ്ങൾക്ക് മുമ്പ് തീർത്തായിരിക്കണം. അല്ലെങ്കിൽ ഈ ബൈൻഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് പ്രൂഫ് നോക്കി പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനം ഒരു ബുക്ക് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ പ്രിന്റിംഗ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുന്നതല്ലല്ലോ. ഓൺലൈനിൽ അവർ പ്രസിദ്ധീകരിച്ച് വേറെ വസ്തുത. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. DC ബുക്സിന്റെ ഭാഗത്ത് അതീവ ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റിയിരിക്കുന്നു. തന്നെയല്ല, ഇ.പി. ജയരാജൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമല്ല. അദ്ദേഹം പറഞ്ഞത് താൻ എഴുതി പൂർത്തീകരിച്ചിട്ടില്ല, താൻ 150 പേജ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കിയുള്ള പേജുകൾ ഇപ്പം എഴുതാൻ പോകുന്നേ ഉള്ളൂ, താനത് പ്രൂഫ് നോക്കാനുള്ള ഒരാളെ കൊടുത്തത് മാത്രമേ ഉള്ളൂ. കൂടാതെ കണ്ട് അതിന് ടൈറ്റിൽ ഇട്ടിട്ടില്ല. തന്നെ സർക്കാസ്റ്റിക് ആയിട്ട് കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ടൈറ്റില് താൻ ഇടുവോ? ആ ബുക്കിന്റെ റിവ്യൂ എഴുതിയിട്ടില്ല. ഏറ്റവും ഉപരിയായിട്ടുള്ള പ്രശ്നം അതൊന്നുമല്ല. അതായത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ജയരാജനെ പോലെ ഒരാൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ആത്മഹത്യയല്ല, എന്താണെങ്കിലും അത് പാർട്ടിയുടെ അനുമതിയോട് മാത്രമേ പ്രസിദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. അത് പാർട്ടി അച്ചടക്കമാണത്. ഈ P. ജയരാജൻ എന്ന് പറയുന്ന സഖാവിന്റെ ഒരു പുസ്തകം കേവലം ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് പ്രകാശനം ചെയ്തു, മുഖ്യമന്ത്രി ചെയ്തു. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം അത് പാർട്ടിക്ക് സമർപ്പിച്ചു. പിന്നെ ബഹുമാനപ്പെട്ട പുത്തലത്ത് ദിനേശനാണെന്ന് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിനെ കൊടുത്തെന്ന് തോന്നുന്നു. അത് സബ്ജക്ട് ടു കറക്റ്റ്. അത് പാർട്ടി പരിശോധിച്ച് കുറച്ച് ഭേദഗതികൾ വരുത്തി കറക്ഷൻ കൊടുത്തു. അത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് മുഖ്യമന്ത്രി വന്ന് അത് പ്രകാശനം ചെയ്തത്. അത് അങ്ങനെയാണ്, അതിന് ചട്ടക്കൂടതാണ്. അപ്പൊ അതുകൊണ്ട് അതുപോലും കൊടുക്കാതെ കണ്ട് അതിനു മുമ്പ് എങ്ങനെയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്? തന്നെ ഡേറ്റും ടൈമും അനൗൺസ് ചെയ്തിരിക്കുന്നു. കൂടാതെ കൊണ്ടതിന് അവർ ചെയ്ത ഏറ്റവും വലിയ മറ്റൊരു തെറ്റെന്താ? അവർ അന്ന് തലേദിവസത്തിന്റെ ആദ്യത്തിൽ അവർ ഫേസ്ബുക്കിലൂടെ അനൗൺസ് ചെയ്ത് പിറ്റേ ദിവസത്തിന്റെ അവർ 6:45 കേരളത്തിലെ ഒരു വിഷ്വൽ മീഡിയ ഇത് പബ്ലിഷ് ചെയ്യുവാണ്, ഇത് ടെലികാസ്റ്റ് ചെയ്യുവാണ്. അതിന്റെ PDF രൂപം, അതായത് 181 വരുന്ന PDF രൂപം. അത്രയും വരുന്ന PDF പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാരണം അതെല്ലാവരും വായിച്ചൊരു പുസ്തകം അതിന്റെ PDF വായിച്ച ഒരാള്
പിന്നെ പുസ്തകം വായിക്കൂ. അപ്പൊ തന്നെ അതിനകത്ത് അർത്ഥം എന്താ? അത് ശ്രീ റെജി ലൂക്കോസ്, ഈ ന്യായങ്ങളൊക്കെയാണല്ലോ ഇ.പി. ജയരാജൻ ഇന്നലെ മുതൽ പറയുന്നത്. പക്ഷേ അദ്ദേഹം കടന്നുപോയ വഴികൾ കൃത്യമായി അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള ആ പുസ്തകം, അദ്ദേഹത്തിന്റെ സ്വകാര്യ ശേഖരത്തിലുള്ള ഫോട്ടോകൾ സഹിതം എങ്ങനെ DC ബുക്സിന് ലഭിക്കുന്നു, അവർ ഈ നിലയിൽ പുറത്തിറക്കുന്നു എന്ന ഒരു ചോദ്യം ബാക്കിയാണല്ലോ. അതൊക്കെ വിശദീകരിക്കാൻ ഇ.പി. ജയരാജനായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം തന്നെ ഇത് എഴുതാൻ ഏൽപ്പിച്ചിരുന്ന ആളോട് ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഉള്ളടക്കം ചോർന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? അപ്പോൾ ഇന്നലെ പറഞ്ഞ ഉറപ്പ് ഇന്ന് ഇ.പിക്ക് ആ കാര്യത്തിൽ ഇല്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? അതെങ്ങനെ അങ്ങനെ മനസ്സിലാകുന്നത്? അദ്ദേഹം ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, താന് ഒരു വ്യക്തിയുടെ അടുത്ത്, ആ പേരും പറഞ്ഞു, ഞാനത് പറയുന്നില്ല, ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് DGP എടുക്കാനായിട്ട് താൻ എഴുതിയ പേജ് കൊടുത്തിട്ടുണ്ട്, അതൊരിക്കലും പുറത്തു പോകത്തില്ല. ഇനി അങ്ങനെ പുറത്തു പോയതാണോ എന്നുള്ളത് പരിശോധിക്കുന്നു പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മറുപടിയല്ലേ. പക്ഷേ ഇതിന് ഉത്തരം പറയേണ്ടത് DC ബുക്സ് അല്ലേ? DC ബുക്സ് അല്ലേ ഇത് പ്രസിദ്ധീകരിച്ചത് ഓൺലൈൻ മാധ്യമത്തിലൂടെ. അപ്പൊ അവരെല്ലാം മറുപടി ഉണ്ട്, താങ്കൾക്ക് എങ്ങനെ കിട്ടി, താങ്കൾക്ക് ഈ ഫോട്ടോഗ്രാഫ്സ് എവിടുന്ന് കിട്ടി, താങ്കളെ ആരാ ഏൽപ്പിച്ചത്, അതിന്റെ ഓതന്റിക് ആയിട്ടുള്ള റൂട്ട് എന്താണെന്ന് അവരല്ലേ പറയണ്ടേ. അവരും മൗനം പാലിക്കുന്നതോറും അവരിൽ ആരോപിച്ച കുറ്റങ്ങൾ ശരിയാണെന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാവൂല. അതിനകത്ത് മറ്റൊരു ചിന്തയുടെ ഒരു ആവശ്യമില്ല. താങ്കൾ പറഞ്ഞതുപോലെ DC ബുക്സിന്റെ ഭാഗത്തു നിന്നാണ് ഈ വലിയ വീഴ്ചയുണ്ടായെങ്കിൽ നമുക്കറിയാം അത് ഒരേ സമയം ഇ.പി. ജയരാജനെ വ്യക്തിഹത്യ നടത്തുന്നതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. മറ്റൊന്ന്, തിരഞ്ഞെടുപ്പ് ദിവസം, പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ ആണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതിന്റെ തലേന്നും രാവിലെയുമായിട്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത് കൃത്യമായ ഗൂഢാലോചനയോട് കൂടിയാണ്. അത് പാർട്ടിയെ തകർക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണെന്നിരിക്കെ താങ്കൾ ഉൾപ്പെടെ പറയുന്നു DC ബുക്സിനാണ് വീഴ്ച സംഭവിച്ചത് എന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ DGPക്ക് പരാതി നൽകിയ ഇ.പി. ജയരാജൻ എന്തുകൊണ്ട് സ്പെസിഫിക് ആയി ആ കാര്യം ആ പരാതിയിൽ പറയുന്നില്ല എന്ന ഒരു ചോദ്യമില്ലേ? ഇന്ന് കേസെടുക്കാതെയുള്ള പ്രാഥമിക പരിശോധനയാണ് അതിൽ നടക്കുന്നത്. കാരണം കേസെടുക്കാൻ കൃത്യമായി ഈ കാര്യങ്ങൾ ആ പരാതിയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടില്ല എന്നതാണ് ആ വീഴ്ച. അല്ലല്ല, അവിടെ അത് വീഴ്ച ഒന്നുമില്ല. പാലക്കാട് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇ.പി. ജയരാജൻ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ, നിങ്ങളുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ക്രിമിനലായിട്ട് സിവിലായിട്ട് നടപടി സ്വീകരിക്കും. പ്രാഥമികമായിട്ടുള്ള പരാതികൾ കൊടുത്തു കഴിഞ്ഞു, പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചതിന് ശേഷം എന്താണോ അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുന്നു പറഞ്ഞാൽ ഇതിനപ്പുറം നിയമബാധ്യതയുള്ള സ്ഥലത്ത് പിന്നെ ഇതിനപ്പുറം എന്താ അദ്ദേഹം പറയേണ്ടത്? നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് അദ്ദേഹത്തിനെ വലിച്ചടിക്കുന്നത്? ഇത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയോ നടന്ന ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നെ DC ബുക്ക് വഴങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ DC ബുക്ക് നേരിട്ട് കൊടുത്തതായിരിക്കാം. ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ ഇ.പി. ജയരാജൻ പാലക്കാട് സ്ഥാനാർത്ഥിയെ കുറിച്ച്, പാർട്ടിയെ കുറിച്ച് മോശമായിട്ട് പ്രതിപാദിക്കുന്ന, ഭരണത്തെക്കുറിച്ച് ഒരു തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു അവകാശപ്പെടുന്ന ഒരു PDF റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റി അതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമല്ല. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണ്, അത് വളരെ വ്യക്തമായ കാര്യമാണ്. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ പറയുന്ന വാദം തന്നെ എടുത്താൽ DC ബുക്സിന് ഇതിന്റെ PDF ഇങ്ങനെ നൽകിക്കൊണ്ട്, ഇതിന്റെ ഉള്ളടക്കം പുറത്താക്കിക്കൊണ്ട് പിന്നീട് അവർക്ക് എന്താണ് ഇതിനകത്തുള്ള നേട്ടം? ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? എന്തിനാണ് അവർ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ മുഴുവൻ ഉള്ളടക്കവും ഇത് ഈ രീതിയിൽ പുറത്തുവിടേണ്ടുന്ന ആവശ്യം അവർക്ക് എന്താണ്? അല്ല, അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ആ ലക്ഷ്യം എന്താണെന്ന് അവർ തുറന്നു പറയട്ടെ. എന്തുകൊണ്ടാണ് PDF രൂപം അവര് മാധ്യമങ്ങൾ കൊടുത്ത് റിലീസ് ചെയ്ത് മുഴുവൻ അവരൊരു പബ്ലിഷിംഗ് സ്ഥാപനമാണല്ലോ. അവർ ഇറക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ താങ്കൾ തന്നെ പറഞ്ഞു PDF വന്ന് ആളുകൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പുസ്തകം വാങ്ങുമോ എന്ന് താങ്കൾ ചോദിച്ചു. അതേ ലോജിക്ക് വെച്ച് നോക്കിയാൽ തന്നെ DC ബുക്സിന് എന്താണ് ഇതിന്റെ PDF ഫുള്ള് പുറത്തു വിട്ടത് കൊണ്ടുള്ള നേട്ടം എന്താണ്? ആ നേട്ടം രാഷ്ട്രീയ നേട്ടമായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ വലതുപക്ഷത്തിന്റെ ഭാഗത്തുള്ള ഗൂഢാലോചന അവർ പങ്കെടുത്തതായിരിക്കും. അത് അവർ പറയട്ടെ, തുറന്നു പറയട്ടെ, അവര് ഓപ്പണായിട്ട് പറയട്ടെ. ആ ലക്ഷ്യം എന്താണെന്ന് എന്തുകൊണ്ട് അവർ പറയുന്നില്ല? അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടിയ റൂട്ട് അവിടുന്നാണ്. അല്ലെങ്കിൽ വേണ്ട, അത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കരാർ ഒപ്പിടണം. എത്ര എഡീഷൻ പിന്നെ അവർക്ക് പ്രസിദ്ധീകരിക്കാം, എത്ര കോപ്പി പ്രസിദ്ധീകരിക്കാം, റോയൽറ്റി എന്താണ്, ഇതെല്ലാം പറഞ്ഞൊരു കരാർ ഒപ്പിടാണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ റോയൽറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കരാർ അവിടെ. എന്തുകൊണ്ടാണ് DC പിന്നെ രവി ഇന്ന് മാധ്യമങ്ങളോട് ഒന്നും പറയാതെ പൊതുപ്രവർത്തകരെ മാനിക്കണം എന്ന് പറഞ്ഞാൽ, അപ്പം ഇ.പി. ജയരാജൻ പറഞ്ഞ ആരോപണങ്ങളെ മാനിക്കുന്നതല്ലേ എന്റെ അർത്ഥം എന്ന് പറയുന്നത്? അപ്പൊ വളരെ കൃത്യമല്ലേ. ഇതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ ഇ.പി. ജയരാജനെ കുറ്റവാളിയാക്കുന്നത്? അത് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമുക്കെല്ലാം വിവേചന ബുദ്ധിയുള്ളവര് തെരഞ്ഞെടുപ്പിന്റെ അന്ന് തലേദിവസം രാത്രിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, പിന്നെ നേരം വെളുത്ത 6:15 ഒരു മാധ്യമത്തിന് PDF കോപ്പി കൊടുക്കുക, മുഴുവൻ പേജുകൾ പ്രസിദ്ധീകരിച്ച് അത് എല്ലാവർക്കും വായിക്കാനുള്ള അവസരം കൊടുക്കുക, അതിനകത്ത് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് പ്രസിദ്ധീകരിച്ച് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുക, തെരഞ്ഞെടുപ്പിൽ മറ്റാർക്കും മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുള്ളത് ഇതിനപ്പുറം തെളിവ്
മറ്റെന്ത് തെളിവ് അതിനകത്ത് വേണ്ടത്? വായിക്കുന്നവർക്ക് എല്ലാവർക്കും ശരി മനസ്സിലാവുന്നില്ലേ? ശരി എന്തായാലും അതാണ് EPA